വന്യമൃഗ ആക്രമണങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. മുൻപില്ലാത്ത വിധത്തിൽ മനുഷ്യജീവനുകൾ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്താൽ പൊലിയുന്നു. ദുഃഖകരമായ ഒരു സാഹചര്യമാണിത്. എന്താണ് ഇതിനൊരു പരിഹാരം? കേന്ദ്ര നിയമങ്ങളിൽ കാലോചിതമായ ഭേദഗതി വരുത്തിക്കൊണ്ട് കാടിന് അനുസൃതമായി മൃഗങ്ങളുടെ എണ്ണം സന്തുലിതമാക്കണം. അതിന് തടസ്സം എന്താണ്? പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ ആരും തയ്യാറാവുന്നില്ല. മോർച്ചറിയിൽ നിന്ന് മൃതദേഹം തട്ടിയെടുത്ത് പ്രകടനം നടത്താൻ മാത്രമേ ചിലരുള്ളൂ. പാർലമെന്റിൽ വിഷയം ഉന്നയിക്കാൻ അവർക്ക് മടിയാണ്. 7 വർഷം മുൻപ് ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച ഒരു MP നമുക്കുണ്ടായിരുന്നു. വനത്തിൽ നിന്ന് ഇറങ്ങുന്ന വന്യജീവികൾ ആളുകളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്നു. മാഡം, ഇന്നലെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ 30 വയസ്സുള്ള അന്ധയായ ബേബി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആനയുടെ ചവിട്ടേറ്റ് മരിക്കുകയുണ്ടായി. ആനയുടെ ചവിട്ടേറ്റും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും മരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യുമ്പോഴും നമ്മൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജീവിതം നഷ്ടപ്പെടുകയും ചെയ്യുന്ന കർഷകരുടെ കുടുംബത്തിലുണ്ടാകുന്ന അതേ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാഡം, അങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്ന കർഷകരെ സംബന്ധിച്ചിട്ടുള്ള ഗൗരവതരമായ ആലോചന ഉണ്ടാകണം. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ കാർഷിക വിളകൾ നഷ്ടപ്പെടുമ്പോൾ ജീവിതം പെരുവഴിയിലായി പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവും അതിനെ സംബന്ധിച്ചും ഗവൺമെൻറ് ഗൗരവതരമായി ആലോചിക്കേണ്ടതുണ്ട്. ദീർഘവീക്ഷണവും നയത്തിൽ വ്യക്തതയും ഉള്ളവർക്കേ അത് സാധിക്കൂ. വന്യജീവി വിഷയത്തിൽ ജോയ്സ് ജോർജിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വിഷയങ്ങളിൽ ജനപ്രതിനിധിക്ക് വ്യക്തതയുണ്ടാവണം. അങ്ങനെ ഒരാളായിരിക്കണം നമ്മുടെ പ്രതിനിധിയാവേണ്ടത്.